പ്രിയ സഹോദരി സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുവാൻ ആദ്യമായി എന്നോട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നതാണ്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹീകരിൽ ഉൾപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ വെടിഞ്ഞ് ജീവിതത്തെ സംശുദ്ധമാക്കുവാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ തുണയ്ക്കുന്നതാണ്. നാം നിലകൊള്ളുന്ന ഈ ദുൽഹജ്ജ് അള്ളാഹു ആദരിച്ച മാസങ്ങളിലും ദിവസങ്ങളിലും പെട്ടതാണ്. ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു കോരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങളാണ് നടന്നു കൊണ്ടിരിക്കുന്നത്. 3-4 ആഴ്ചകളിലായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അവർ രണ്ടുപേരുടെ എന്ന് വെച്ചാൽ ഒരു പിതാവിൻ്റെയും പുത്രൻ്റെയും അനുസരണ വികാരം. ഇവർ രണ്ടുപേരും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചു. ഏത് രീതിയിലാണ് എന്നതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ബിഗൈരി മുദാഫഅത്തിൻ. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചു, ആ കൽപ്പനയെ നാം പല രീതിയിലാണ് സ്വീകരിക്കുക. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും സ്വീകരിച്ച ഒരു കാര്യം ഗൈറു മുദാഫഅത്ത് എന്നാണ്. യാതൊരു പ്രതിഷേധവുമില്ലാതെ സർവാത്മന ഇത് അള്ളാഹുവാണ് കൽപ്പിക്കുന്നത്, അവൻ കൽപ്പിക്കാൻ ബാധ്യസ്ഥതയുള്ളവനാണ്, അവൻ്റെ കൽപ്പന അനുസരിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന രീതിയിൽ അവർ അത് യാതൊരു പ്രതിഷേധവും കൂടാതെ അനുസരിച്ചു. ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സുന്നത്താണ്. ഈ സുന്നത്ത് എന്ന വാക്ക് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഈ സമുദായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ കുറിച്ച് പറയുന്നത് അവർ മില്ലത്ത് ഇബ്രാഹിമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗമാണ്, ദർശനമായി തങ്ങളുടെ ജീവിത പദ്ധതിയായി അംഗീകരിക്കേണ്ടത് മില്ലത്ത് ഇബ്രാഹിമാണ്. ഈ മില്ലത്ത് ഇബ്രാഹിമിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ അനുസരണ വികാരമാണ്. ആ അനുസരണം, അള്ളാഹുവിനോടുള്ള അനുസരണം, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഇനോടുള്ള അനുസരണം, ഈ രണ്ട് കാര്യങ്ങളിലും യാതൊരു പ്രതിഷേധവുമില്ലാതെ സർവാത്മന. അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവോട് ചോദിച്ച ചോദ്യമുണ്ട്, ഇത് എങ്ങനെയാണ് നീ ജീവിപ്പിക്കുന്നത് മരിച്ചതിനെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിച്ചപ്പോൾ നിനക്ക് ഇനിയും സംശയമാണോ? അള്ളാഹുവിൻ്റെ ചോദ്യം ഇങ്ങോട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ മറുപടിയുണ്ട്, ലാകിൻ ലിയത്മഅന്ന ഖൽബി, എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. മനസ്സമാധാനമില്ലായ്മയല്ല, ആ മനസ്സമാധാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റാവുന്ന തരത്തിൽ എനിക്ക് മുമ്പിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നീ അത് എങ്ങനെയാണ് എന്നൊന്ന് കാണിച്ചു തരൂ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുവോട് ചോദിച്ച ഒരു രീതിയുണ്ട്. ആ രീതി അനുസരിച്ചുള്ള സംശയ ദൂരീകരണം നമുക്ക് നടത്താവുന്നതാണ്. പക്ഷേ അത് അനുസരണത്തെ ധിക്കരിക്കുന്ന കോലത്തിലോ രൂപത്തിലോ ആയിപ്പോകരുത് എന്ന കാര്യത്തിൽ നാം പടച്ചവനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു അതുപോലുള്ളൊരു ഈമാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ഹാജറ റളിയല്ലാഹു അൻഹ പ്രകടിപ്പിച്ച തവക്കുലുണ്ട്. തവക്കുൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമർപ്പണമാണ്. ഞാനൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിച്ചു, തവക്കുലാക്കി. തവക്കുൽ എന്ന് പറയുന്ന അറബി ഭാഷയാണ്. പക്ഷേ ഇന്ന് സത്യവിശ്വാസികളായ നമുക്കെല്ലാവർക്കും തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. അത് അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെയും ഭാര്യയെയും കഅബയുടെ പരിസരത്ത് ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. പോകാൻ നിൽക്കുന്ന സമയത്ത് ഖുർആനുണ്ടല്ലോ, ഇന്നി അസ്കൽതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ, കൃഷിയോഗ്യമല്ലാത്ത ഒരു പ്രദേശത്ത്
നിന്റെ പള്ളിയുടെ ചാരത്ത് ഞാൻ എൻ്റെ മകനെയും എൻ്റെ കുടുംബത്തിൽ ചിലരെയും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നുണ്ട്, അവിടെ ഞാൻ താമസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ കുടുംബിനി പറഞ്ഞ പ്രതികരണം പറയാം, അല്ലാഹു അമറക എന്നാണ്. അല്ലാഹു അമറക, അല്ലാഹ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹ് അമറക, നിങ്ങളോട് കൽപ്പിച്ചിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? ഒറ്റ ചോദ്യമേ ഉള്ളൂ. നമ്മുടെ ഭാര്യമാരോട് പോയി, കുടുംബിനിയോട് പോയി, നമ്മുടെ ഉമ്മമാരോട് പോയി ചോദിച്ചു നോക്ക്, നിങ്ങളെങ്ങനെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പണിയില്ല എന്ന് പറയും. അതാരാണ് എന്താണ് കെട്ടിയവരാണല്ലോ പറയുന്നത്, ഒന്നും എന്ത് ചെയ്യണമെന്ന് കേട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യണം, പിന്നീട് മറുപടിയോ ചോദ്യമോ ആകാം എന്നുള്ള രീതിയിലൊന്നുമല്ല, അതൊന്നും നടക്കൂല എന്ന് പറയാ. പക്ഷെ നോക്ക്, സുന്നത്ത് ഇബ്രാഹീമിലുള്ള ഉമ്മമാർ, ഭാര്യമാർ, കുട്ടികളെ വളർത്തുന്നവർ, അവരുടെ മനസ്സാണ് ഇവിടെ പറയുന്നത്, അല്ലാഹു അമറക, അല്ലാഹ് നിങ്ങളോട് കൽപ്പിച്ചിരുന്നോ എന്നെയും എൻ്റെ മകനെയും ഈ കാബയുടെ പരിസരത്ത് ഒരു വൃക്ഷലതാദികളൊന്നും മുളയ്ക്കാൻ സാധ്യതയില്ലാത്ത ഈ പ്രദേശത്ത് ഉപേക്ഷിച്ചു പോകാൻ അള്ളാഹു കൽപ്പിച്ചിട്ടാണോ? അള്ളാഹു കൽപ്പിച്ചിട്ടാണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതേ നഅം, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയനായി ഞാനിത് ചെയ്യുകയാണ്. ഇനി ഭാവിയിൽ എന്തുണ്ടായിത്തീരും, ഇവർ ജീവിക്കുമോ മരിക്കുമോ, ഇവർക്ക് എന്തെല്ലാം കിട്ടും എന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്കയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനില്ല. മില്ലത്ത് ഇബ്രാഹിം ഇതാണ്. നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കണം. വിശ്വസിക്കുന്നതിന് വേണ്ടി തെളിവുകൾ നിങ്ങൾ 100 കൂട്ടം അന്വേഷിച്ചോളൂ. ഫക്കിർ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ ഫക്കിർ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കണം. ദക്കിർ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ സ്മരിക്കണം, നിങ്ങൾ ഓർമ്മിക്കണം, നിങ്ങൾ പഠിക്കണം. എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചോദ്യോത്തരത്തിന് സ്ഥാനമില്ല. പിന്നീട് ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നുള്ള ഒരു സാവകാശവുമില്ല, ഒരു അനുവാദവുമില്ല. അതുവരെ അള്ളാഹുവിനെ അംഗീകരിക്കുന്നത് വരെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, സംശയങ്ങൾ ദൂരീകരിക്കാം, ആ ആവശ്യത്തിന് വേണ്ടി എവിടെയും നിങ്ങൾക്ക് കടന്നു ചെല്ലാം. പക്ഷേ ഇതൊക്കെ കണ്ട് പഠിച്ച് ഏകനായ അള്ളാഹുവിൻ്റെ എല്ലാവിധ അത്ഭുതങ്ങളും ഒക്കെ കണ്ട് മനസ്സിലാക്കി, കേട്ടു മനസ്സിലാക്കി, പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നീ ശരിയായ ഒരു മുവഹിദ്, ഏകദൈവ വിശ്വാസിയായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിനക്ക് സംശയത്തിൻ്റെ ഒരു ആനുകൂല്യവും നൽകപ്പെടുന്നതല്ല. ഇതെല്ലാം അറിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ധിക്കാരമുള്ള ജീവിതത്തിൻ്റെയാണ് കുഫർ എന്ന് പറയുന്നത്. കാഫർ എന്ന പ്രയോഗവും ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, തൻ്റെ കുടുംബിനിയോട്, ഹാജറ അലൈഹി ഇസ്ലാമിനോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ മറുപടിയുണ്ട്, അതെ, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ എന്ത് ചെയ്തത്, നിന്നെ ഇവിടെ ആക്കിയിട്ട് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ഒരു മറുപടിയുണ്ട്. അത്ഭുതകരമാണ്. നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്നത് സംശയമാണ്, ആശങ്കയാണ്. ആശങ്കയുടെ നിഴലിലായിരിക്കും, സംശയത്തിൻ്റെ നിഴലിലായിരിക്കും നമ്മളൊക്കെ ഉള്ളത്. പക്ഷേ ഹാജറ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു വാക്കെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എങ്കിൽ ലാക്കിൻ, എങ്കിൽ ലൻ യുദയ്യിഉന, ഞങ്ങളെ പാഴാക്കില്ല അവൻ. അള്ളാഹു ഞങ്ങളെ പാഴാക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു കുടുംബിനിയായി, ഒരു മാതാവായി, ഒരു മകനെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാനുള്ള എല്ലാ സൗകര്യവും എനിക്ക് ലഭ്യമാകും എന്ന രീതിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ പ്രതികരിച്ചിട്ടുണ്ട്. എങ്കിൽ നാം ഒരു കുടുംബിനിയെ തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണയായി വിവാഹത്തിൻ്റെ ആ മേഖലയിൽ, വിവാഹത്തിന് ചന്തയെന്ന് ഞാൻ എന്തായാലും, മാർക്കറ്റെന്ന് ഞാൻ എന്തായാലും പറയുന്നില്ല, വിവാഹത്തിൻ്റെ സമയത്ത് നമ്മൾ സത്യസന്ധമായി നമ്മളോട് ഇങ്ങനെ വെറുതെ എങ്കിലും സ്വകാര്യമായി ചോദിച്ചു നോക്കണം. ഞാൻ വിവാഹം കഴിക്കാൻ, എൻ്റെ മകന് വിവാഹത്തിലൊരു വധുവിനെ തിരഞ്ഞെടുക്കാൻ ഞാൻ അള്ളാഹുവോടുള്ള അവളുടെ ഭയമാണോ തഖ്വയാണോ ഞാൻ ഏറ്റവും മുൻഗണന നൽകിയതെന്നൊരു ചോദ്യം ചോദിച്ചു നോക്കിയിട്ട്, ഞാൻ സ്വകാര്യമായി ചോദിക്കാൻ പറഞ്ഞ് പരസ്യമായിട്ട് ചോദിക്കാൻ നമുക്ക് കഴിയില്ല, നമ്മൾ പരാജയപ്പെടും. അതുകൊണ്ട് സ്വയം എന്ത് ചെയ്യണം, വിചാരണയ്ക്ക് വേണ്ടി സ്വന്തമായിട്ടൊന്ന് ചോദിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയത് എല്ലാറ്റിനും നിങ്ങൾക്ക് എല്ലാ കാര്യവും നിങ്ങൾക്ക് പരിഗണിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താ പറയുന്നത്, എല്ലാം നിങ്ങൾ പരിഗണിക്കാം. അതായത് സൗന്ദര്യം പരിഗണിക്കാം, സമ്പത്ത് പരിഗണിക്കാം, തറവാട് പരിഗണിക്കാം. ദീൻ എന്ന് പറയുന്നത് പരിഗണിക്കേണ്ടതുള്ളതിൽപ്പെട്ടതല്ല. ഏറ്റവും കൂടുതൽ മുൻഗണന ഈ 4 കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ട് ഇതിൽ മുൻഗണനയും പരിഗണനയും. സമ്പത്ത് പരിഗണിച്ചോളൂ, വേണ്ടെന്ന് പറയുന്നില്ല, സൗന്ദര്യം പരിഗണിച്ചോളൂ, പക്ഷെ മുൻഗണന ഏതിനാണ്?
സ്വയം ചോദിച്ചു നോക്കാം, മുൻഗണന ഏതിനായിരുന്നു എന്ന് ചോദിച്ചു നോക്കിയാൽ അവിടെ സാമ്പത്തികമല്ലാതെ മറ്റൊന്നും ഉണ്ട് എന്ന് നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പറയുമെങ്കിൽ അൽഹംദുലില്ലാ, നാം ഉറപ്പിക്കാം, ഞാൻ സുന്നത്ത് ഇബ്രാഹിമിലാണ്. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബം ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഏത് മാതൃകയാണോ സമർപ്പിച്ചത് അതിലാണ് ഞാൻ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിക്കാൻ നമുക്ക് കഴിയും. ആ അർത്ഥത്തിൽ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു കാര്യമാണ് ഈ തവക്കുൽ എന്ന് പറയുന്നത്. ആ തവക്കുൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നല്ല രീതിയിൽ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ ഹജ്ജിലൊക്കെ തവാഫ് എന്ന് പറയുന്ന സംഗതി നടക്കാറുണ്ട്. അതുപോലെ തന്നെ അസ്സായു ബൈന സഫാ വൽ മർവ, സഫ മർവ കുന്നുകൾക്കിടയിൽ നിരന്തരമായി പ്രതീക്ഷയോടുകൂടെ പറയുന്ന വാക്കുകൾ നിങ്ങളും ഞാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രതീക്ഷയോടുകൂടെ, കാരണം ഉറങ്ങാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. ഇവർ രണ്ട്, അതായത് സഫാ മർവക്കിടയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ എന്തിനു വേണ്ടി ഓടി, ഏത് മനസ്സുമായിട്ട് ഓടിയത്? പ്രതീക്ഷയോടുകൂടെ. പ്രതീക്ഷയോടുകൂടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, പ്രതീക്ഷയുടെ നേർ വിപരീത പദമാണ് നിരാശ എന്ന് പറയുന്നത്. നിരാശ, അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിരാശ ഒരാൾക്കും ഉണ്ടായിക്കൂടാ, ഒരു മുഅ്മിനുണ്ടായിക്കൂടാ. അത് നടക്കും, പടച്ചവൻ തരും, അവൻ എന്നെ സഹായിക്കും എന്ന ആ പ്രതീക്ഷ നിർഭരമായ ഒരു ഓട്ടമാണ് ഇവിടെ സഅയ് എന്ന് പറയുന്ന സഫാ മറവുകൾക്കിടയിലുള്ള ഓട്ടം. ഈ സഫാ മറവുകൾക്കിടയിലുള്ള ഓട്ടത്തിൽ 7 പ്രാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹജ്ജിന് പോകുന്ന എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഉംറയ്ക്ക് പോകുന്നവരെല്ലാവരും 7 പ്രാവശ്യം ഓടിയിട്ടുണ്ട്. പക്ഷേ 7 പ്രാവശ്യം എന്തുകൊണ്ടുണ്ടായി? അതിന് അവരോടിയതാണ്. ഹാജറ റളിയല്ലാഹു അൻഹാ റഹ്മത്തുള്ളാഹി അവരെന്ത് ചെയ്തിരിക്കുന്നു? ഓടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഓടുന്നു. ഇതൊരു ഉത്തരമാണ്. അവരെന്ത് 7 ഓട്ടം ഓടിയിട്ട് നിർത്തിയത്? ഒന്നാലോചിച്ച് നോക്കൻ. അവർ ഓടി തളർന്ന് അവർ വീഴുകയാണ്. 7ാമത്തെ അവിടെ എത്തുന്ന സമയത്ത് വീഴുകയാണ്, തളർന്ന് വീഴുകയാണ്. എന്നുവെച്ചാൽ തളർന്നു വീഴുന്നതുവരെ അവർ അശ്രാന്ത പരിശ്രമം, നിരാശയില്ലാതെ പ്രതീക്ഷയോടുകൂടെ ഓടിയ ഓട്ടമാണ് സഫാ മറവുകൾക്കിടയിലുള്ള അവരുടെ ഓട്ടം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് കിട്ടി. ഏതുവരെ? സംസമിൻ്റെ അടുക്കൽ അവർ ഇങ്ങനെ എല്ലാ ബോധമൊക്കെ പോയി വീഴുന്ന ഒരു അവസ്ഥ വരെ അവർ ഓടിയെന്നാണ്. നമ്മുടെ പ്രവർത്തനം ഇസ്ലാമിന് വേണ്ടിയുള്ളത്, അതിൻ്റെ ഇഖാമത്തിന് വേണ്ടി, അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി, അതിനെ സഹായിക്കുന്നതിന് വേണ്ടി എത്രത്തോളം ഞാൻ പരിശ്രമിക്കണം? കിടന്നുറങ്ങുന്ന, ജോളി മാത്രം ജീവിതത്തിൽ കണ്ടു നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രകടമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് സഅയ്, പരിശ്രമം, നിരന്തര പരിശ്രമം. കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പണിയും ചെയ്യാതിരിക്കുന്ന ഒരു ജനവിഭാഗത്തോട് അള്ളാഹുവിന് താല്പര്യമില്ല, പ്രവാചകന്മാർക്ക് താല്പര്യമില്ല, അവരുടെ സുന്നത്തിൽ എവിടെയും കണ്ടെത്താൻ കഴിയുകയില്ല. ഞാൻ കഴിഞ്ഞ റമദാൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ബദർ യുദ്ധത്തിൻ്റെ നായകൻ ആരായിരുന്നു? സത്യവിശ്വാസികളുടെ ഭാഗത്തുള്ള നായകൻ ആരായി നമുക്കറിയാം. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രാമത്തെ വയസ്സിലാണ് യുദ്ധത്തിന് നേതൃത്വം നൽകിയത്? നമ്മളൊക്കെ ഇങ്ങനെ വയസ്സായി എന്ന് പറഞ്ഞു നിൽക്കും. ആ ഒരു പ്രായത്തിലാണ്, 53ാമത്തെ വയസ്സിലാണ്. 54ാമത്തെ വയസ്സിൽ, പ്രവാചകന്റെ 54ാമത്തെ വയസ്സ്. 54 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നോക്കാൻ പ്രായമായി ഒക്കെ വല്ലാതെ അങ്ങോട്ട് തേഞ്ഞു പോവുകയാണെന്ന് പറയുന്ന ഈ സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 54ാമത്തെ വയസ്സിൽ ബദർ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നതെങ്കിൽ നാം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന അതിങ്ങനെ ഒരു തരം മുരടിച്ച്, അല്ലെങ്കിൽ ഉറങ്ങി, അല്ലെങ്കിൽ ഒരു തരം ദുശ്ശാഠ്യത്തോടുകൂടെ മുമ്പിലേക്ക് പോകേണ്ട ഒരു സംഗതി അല്ല. ഏത് കാലഘട്ടത്തിലും സഅയ് എന്ന് പറയുന്നത് അത് സുന്നത്ത് ഇബ്രാഹിമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബത്തിൻ്റെ സുന്നത്ത് എന്ന് പറയുന്നത് സഅയാണ്, നിരന്തരമായ പരിശ്രമം. അവസാനം മരിക്കുന്നതുവരെ പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരും സഹാബാക്കളും എങ്ങനെ ജീവിച്ചു എന്ന് വ്യക്തിപരമായി പഠിക്കാൻ നാം ഒന്ന് സന്നദ്ധരായാൽ നമുക്ക് മനസ്സിലാകും.
അവർ എന്നും സഈ ചെയ്തുകൊണ്ടിരുന്നു. ഖന്തഖ് എന്ന് പറയുന്ന കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് ദാരിദ്ര്യം കൊടുമ്പിരിക്കൊണ്ട് ഒന്നും കഴിക്കാനും കുടിക്കാനും ഇല്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എവിടെ പോകും? ഒരു നോമ്പ് വെച്ചാൽ പുറത്തിറങ്ങില്ല, ക്ഷീണമാണ്. ഇല്ലെങ്കിൽ അത്യാവശ്യമുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും? വേഗം വൈകുന്നേരമാക്കാൻ എന്ത് ചെയ്യും? നോക്കും. ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ അവർ പട്ടിണി കിടന്നുകൊണ്ട് കേസ് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവർ വന്നു. കേസ് എന്ന് വെച്ചാൽ അങ്ങനെ കേസല്ല, എന്തെങ്കിലും ഒന്ന് കിട്ടുമോ പ്രവാചകനെ എന്ന് പറഞ്ഞ ആശങ്കയോടുകൂടെ പ്രവാചകന്റെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ട് വന്ന സഹാബി തൻ്റെ കുപ്പായം മുകളിലേക്ക് ഉയർത്തി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാ ഒരു കല്ല് വെച്ച് കെട്ടിയിട്ടാണ്, ഞാനിവിടെ കിടങ്ങ് ഒഴിക്കുന്ന ഒരു കല്ല് വെച്ച് കെട്ടിയിട്ടാണ്. എന്നാൽ ഈ പാതയിൽ പണിയെടുത്ത സഹാബാക്കൾ മുഴുവനും ഈ രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഖുർആൻ ഓതി കാണിക്കുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ വേറെ വല്ല ഉപദേശങ്ങളല്ല, തഖ്വയുടെ വാക്കുകളല്ല. ഏറ്റവും നല്ല തഖ്വയുടെ വാക്കുകളും ഉപദേശവും ഉത്ബോധനവും എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. മൗനമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താനിട്ട ആ കുപ്പായം അങ്ങനെ ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ നോക്കുന്നു, 2 കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിനേക്കാൾ വലിയൊരു ഉത്ബോധനം ലോകത്തെ കണ്ടെടുക്കാൻ നമുക്ക് കഴിയുമോ? വായ കൊണ്ടുള്ള ഉത്ബോധനമല്ല, പ്രായോഗികമായി പ്രവർത്തന രൂപത്തിൽ പ്രാവർത്തികമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ആ രീതിയെ നാം മാനിക്കുകയും ആ മില്ലത്ത് നമ്മുടെ മില്ലത്തായി നാം അംഗീകരിക്കുകയും അത് ഈ സന്ദർഭത്തിൽ ഈ മാസം നമുക്ക് ഊർജ്ജസ്വലത നൽകേണ്ടതാണ്. ഏറ്റവും അവസാനമായി നമ്മൾ നോക്കും റമ്യുൽ ജിമാർ, പിശാചിനെ കല്ലെറിയുന്ന ജംറകളിൽ അവർ കല്ലെറിയുന്ന നമ്മുടെ സഹോദരന്മാർ. നമ്മളവർ യാത്രയാക്കിയിട്ടുണ്ട്, അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരവിടെ പോയി ചെയ്യുന്ന ഒരു കാര്യം പിശാചിനെ കല്ലെറിയലാണ്. പിശാചിനെ എൻ്റെ സഹോദരന്മാർ, സഹോദരിമാർ, ഉമ്മമാർ, പെങ്ങന്മാർ എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ പോയി ആ നാട്ടിൽ ഇബ്രാഹിം ചെയ്തതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 സ്ഥലങ്ങളിൽ 3 ജംറകളിൽ അവർ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാം എന്തു ചെയ്യണം? നമുക്കതിൽ പഠിക്കാനൊന്നുമില്ലേ? നമ്മളെ തകർക്കുന്ന പിശാച് ആരാണ്? ഭൗതികമായ അമിതമായ ആവേശമായിരിക്കാം, ഒരു തരം ജോളി ലൈഫായിരിക്കാം. ഇതിനെയൊക്കെ പിടിച്ചു നിർത്തേണ്ടിടത്ത് നിർത്തി, കല്ലെറിയേണ്ടിടത്ത് കല്ലെറിഞ്ഞുകൊണ്ട് അതിനെയൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാതയിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. നമ്മളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അവരവിടെ ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് നാം അവരോട് ചെയ്യുന്ന ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് അതിൽ ഞാനും പങ്കാളിയാകണം എന്ന രൂപത്തിൽ നാം എന്ത് ചെയ്യുന്നുണ്ട്? പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൽ വുഖൂഫ് ബി അറഫ, അറഫയിൽ നിൽക്കുക, അറഫയിൽ താമസിക്കുക എന്ന് പറയുന്നത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അൽ ഹജ്ജ് അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. ഈ അറഫയുടെ ദിവസം അറഫയിൽ പോയി അവിടെ സംഗമിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് നാം ഇവിടെ നോമ്പനുഷ്ഠിക്കുകയാണ്. ഈ നോമ്പനുഷ്ഠിക്കുന്നതിൽ എനിക്ക് ബുദ്ധി വെച്ച കാലം മുതൽ ഇന്നുവരെയും ചില ആളുകൾ സംശയം ചോദിച്ചുകൊണ്ടേയിരിക്കും, ചില ആളുകൾ ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവർ അവിടെ അറഫയിൽ നിൽക്കുമ്പോഴല്ലേ അത് പറഞ്ഞാൽ അല്ല, അത് 9-ാം തീയതിയാണ്, ദുൽഹജ്ജ് 9-നാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുൽഹജ്ജ് 9-ന് നമ്മുടെ അവിടെ അവരെന്ത് ചെയ്യുന്നത്? അവിടെ യൗമുൻ നഹറാണ്, അറക്കുന്ന ദിവസമാണ്. അത് ശരിയാകുമോ? ഇത് പടച്ചവൻ്റെ വേണ്ടുകൊണ്ട് എനിക്ക് അത്യാവശ്യം വിവരം വെച്ച മുതലുള്ള ചോദ്യം ഇത് തന്നെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ നല്ല മാതൃകയുള്ള നോമ്പ് വെക്കണമെന്ന് ആഗ്രഹമുള്ള ആൾ ഒരാളോട് ചോദിക്കുന്നില്ല, അവരുടെ മനസ്സിൻ്റെ തൃപ്തി അനുസരിച്ച് വെച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. അതുകൊണ്ട് ഈ സംശയവും പറഞ്ഞ് എന്ത് ചെയ്യേണ്ടതില്ല, നമ്മുടെ നോമ്പ് വിടക്കാക്കാൻ നിൽക്കണ്ട. കാരണം തർക്കവിതർക്കങ്ങൾ എന്ന് പറയുന്നത് ആരാധനാ കർമ്മങ്ങളിൽ നിങ്ങൾ കാണിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, ആ കഅബയെ നമ്മൾ ധാരാളം നമുക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഉംറയ്ക്ക് പോയവർക്ക്, ഹജ്ജിന് പോയവർക്ക്, അതല്ലാതെ ഇരുന്ന് എല്ലാ ഇതിലും കാണാം, നമുക്ക് ചാനലുകളിലൊക്കെ കാണാം. നോക്കൻ ആ ഇടയ്ക്ക് ആ മധ്യത്തിൽ നിൽക്കുന്ന ആ ചതുരം, ഈ സ്ക്വയർ ഉണ്ടല്ലോ, ഈ സ്ക്വയറിൻ്റെ ചുറ്റും നോക്കൻ എല്ലാവരും അതിൽ നോക്കി നിൽക്കുകയാണ്. വടക്ക് നോക്കിയും തെക്ക് നോക്കിയിരിക്കുന്നവനും എല്ലാവരും ഇതിനെ നോക്കിയിരിക്കുകയാണ്. ഒരു ഐക്യത്തിൻ്റെ കാഹളം. അത് കഅബയുടെ സന്ദേശമാണ്.
കഅബയുടെ സന്ദേശമാണ്. കഅബയെ ആദരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിലുള്ളവർ, ഏക ദൈവത്തെ വിശ്വസിക്കുന്നവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിന്തുടരുന്നവരാണ് എങ്കിൽ ഈ കഅബയുടെ നിദർശനം എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ വീടിൻ്റെ കർമ്മം എന്ന് പറയുന്നത്, സന്ദേശം എന്ന് പറയുന്നത് ഏകത്വമാണ്. എന്നാൽ ഏകത്വം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ, അഖീദയുടെ, അടിസ്ഥാനപരമായ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെയുള്ള സത്യവിശ്വാസികൾ ആരും തന്നെ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് വിഘടിക്കുകയോ തെക്കും വടക്കും മുഖമാക്കി നിൽക്കുകയോ ചെയ്യുന്ന ഒരു രീതി എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. വ്യക്തിപരമായി ഉണ്ടാവുകയാണ് എങ്കിൽ അത് എങ്ങനെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് പതുക്കെ എന്ത് ചെയ്യണം, ഒന്ന് ഡൈല്യൂട്ടാക്കി എന്ത് ചെയ്യണം, പതുക്കെ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഈ ശത്രുതയൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് കണ്ടാൽ സലാം പറയുന്ന, കണ്ടാൽ സലാം പറയരുത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരത് പറഞ്ഞുകൊള്ളട്ടെ, അവരുടെ പണി അതാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ പണി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്, ഒരു സഹോദരനെ കണ്ടുമുട്ടിയാൽ ആദ്യമേ ചെയ്യേണ്ടത് തബസ്സുമുക ലിവജ്ഹി അഖീക, നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിക്കണം, എന്നിട്ട് നീ സലാം പറയണം. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്ത്. ഇന്നത്തെ പണ്ഡിത ലോകത്തിൽപ്പെട്ട ആരായാലും ശരി, ഏത് കോലത്തിലുള്ള ആളുകളായാലും ശരി, അവർ സലാം പറയരുത് എന്ന് പഠിപ്പിക്കുകയാണ് എങ്കിൽ നാം എന്ത് പഠിപ്പിക്കണം? നാം നമ്മുടെ മക്കളെ എന്ത് പഠിപ്പിക്കണം? നമ്മുടെ കുടുംബക്കാരെ എന്ത് പഠിപ്പിക്കണം? നമ്മുടെ നാട്ടിലുള്ളവരെ എന്താ പഠിപ്പിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സലാം പറയാൻ പഠിപ്പിക്കണം, പുഞ്ചിരിപ്പിക്കാൻ പഠിപ്പിക്കേണ്ടതുണ്ട്. പുഞ്ചിരി എന്ന് പറയുന്നത് ഒരു ലോകത്തെ തന്നെ തുറന്നു തരാൻ മതിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ വിശിഷ്ട ഗുണം എന്ന് പറയുന്നത്, അവരനെ നോക്കി, മറ്റൊരുത്തനെ നോക്കി പുഞ്ചിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രവാചകന്റെ സ്വഭാവ രീതിയെ തകർക്കാൻ, പരാജയപ്പെടുത്താൻ ആർക്കും കഴിയാത്തതിൻ്റെ കാരണം ഇതായിരുന്നു, പുഞ്ചിരിക്കുക. നമ്മൾ എങ്ങനെ മറ്റൊരു സഹോദരൻ നോക്കി പുഞ്ചിരിക്കാൻ നമുക്ക് കഴിഞ്ഞോ, അവിടെ നാം അല്പം ഉയർന്നു നിൽക്കും. അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, ആഘോഷങ്ങളുടെ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ തൗഹീദ് എന്ന് വെച്ചാൽ ഏകത്വം. ഈ ഉമ്മത്തും ഏക ഉമ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് മില്ലത്ത് ഇബ്രാഹീമിൻ്റെ മാർഗത്തിൽ ഇത് മൂന്നും ഒരു പ്രശ്നവുമില്ലാതെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിലാണ് നാം ആകേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. അറഫയാണ് ഹജ്ജ് എന്ന് പറഞ്ഞു. എന്ത് രോഗമുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി, ആ ദുൽഹജ്ജ് 9 ദിവസം അറഫ മൈതാനത്ത് ഹജ്ജിന് പോയി എല്ലാവരും അവിടെ എത്തുക തന്നെ വേണം. ഗവൺമെൻറ് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിൽ ക്രിട്ടിക്കൽ മൂവ്മെൻറ്റിലാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, അവിടെ ആംബുലൻസിൽ കൊണ്ടുവന്ന് നിർത്തി അവരെ എന്ത് ചെയ്യും, അവിടെ വഖഫ് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിർത്തുന്ന സൗകര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്തുള്ള അറഫയാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ അറഫയുടെ പ്രാധാന്യം? അറഫയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജ് എന്ന് പറയാറുണ്ട്. അവസാനത്തെയും ആദ്യത്തെയും ആകെ ഒരു ഹജ്ജ് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളൂ. 10-15 ഹജ്ജുകളൊക്കെ ചെയ്യുന്ന നമുക്ക് ആരാണ് മാതൃക എന്ന് പറഞ്ഞെങ്കിലും വിളിച്ച് ചോദിച്ച് നോക്കിയാൽ മതി, നമ്മളെ മനസ്സിനോട് ചോദിച്ചാൽ മതി. പക്ഷേ ഇടയ്ക്കൊക്കെ ചെയ്യലും നല്ലതാണ്, കാരണം കുറേയൊക്കെ നന്നാകാനും നല്ലതാണ്. പക്ഷേ ഇത് തന്നെ പണി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും പോകാൻ പാടില്ല. ഒരുപാട് വ്യവസായങ്ങളിൽ, കച്ചവടങ്ങളിൽ, ബാക്കിയുള്ളതിൽ ഒരുപാട് ബിസിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പോവുകയാണ് എങ്കിൽ പോയിക്കൊള്ളട്ടെ. അതിനെ തടയാനോ കുറ്റം പറയാനോ നാം എന്തെല്ലാം ആളല്ല. പക്ഷേ അതോടൊപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടിലുള്ള നമ്മുടെ അയൽപക്കത്തുള്ള ബന്ധുമിത്രാദികളിൽപ്പെട്ട, രക്തബന്ധത്തിൽപ്പെട്ട അതുപോലുള്ള ആളുകൾ എന്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഉള്ള കളിയുണ്ടല്ലോ, ആ കളി അള്ളാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് അതും നാം എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. ഇത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ 1.25 ലക്ഷത്തോളം ആളുകൾ. 1.25 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മൈക്ക് സെറ്റ് ഉപയോഗിച്ചാലും എന്ത് ചെയ്യില്ല, അവിടെ കേൾക്കാൻ കഴിയില്ല. ആ 1.25 ലക്ഷത്തോളം വരുന്ന ആളുകൾ മൈക്ക് എന്ന് പറയുന്ന ഒരു ശബ്ദം ഗംഭീരമാക്കി കൊടുക്കുന്ന ഒരു സംവിധാനവും ഇല്ലാത്ത കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അയ്യുഹന്നാസ് ജബലുർ റഹ്മയിൽ കയറി നിന്നുകൊണ്ട് പറയുകയാണ്, അയ്യുഹന്നാസ്. നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ എന്നാണ്. ലോകത്തോട് മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ പറയുന്നു, അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി, എന്നെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ.
ഇസ്മാഉ ഖൗലി, എന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഫഅന്നി ലാ അദ്രി ലഅല്ലി ലാ അൽകാകും ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം അടുത്ത വർഷം നിങ്ങളുമായിട്ട് ഇതുപോലുള്ളൊരു സ്ഥലത്ത് അഭിമുഖീകരിക്കും എന്നതിന് ഒരു ഉറപ്പുമില്ലാത്തത് കൊണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങൾ ഇപ്പോൾ കേൾക്കണം. ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗമാണ്. ലോകത്തോട് പറഞ്ഞ വാക്കുകളാണ്, മുസ്ലിം സമുദായത്തോടല്ല, മുസ്ലിങ്ങളോടല്ല. കാരണം വന്നതെന്താ, അയ്യുഹന്നാസ് എന്നാണ്, മനുഷ്യരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കൂടെയുള്ളവരോട് പറയാം ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. രണ്ട് തരം ശ്രദ്ധയുണ്ട്. ഒരു ശ്രദ്ധ എന്താണെന്ന് ചോദിച്ചാൽ, കേട്ടോ, ഇന്ന് ഖുതുബയ്ക്ക് പോയിരുന്നു കേട്ടോ, എന്ത് പറഞ്ഞ് ഒക്കെ നന്നായി പറഞ്ഞു, ഇതൊരു ശ്രദ്ധയാണ്. പറഞ്ഞതിൽ നിന്ന് എന്താണ് എൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയത്, എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു മറുപടി നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ നാം അത് ശ്രദ്ധിച്ചു എന്നാണ്. ജുമ്മയുടെ ഖുതുബയും ഒരു സാധാരണ വിഷയമല്ല, ഒതു എടുത്തുകൊണ്ട് തന്നെയേ പ്രസംഗിക്കാവൂ. UN പോലും പ്രസംഗിക്കണമെങ്കിൽ ഒതു എടുക്കേണ്ടതില്ല. പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കണമെങ്കിൽ ഒതു എടുക്കേണ്ടത് നിർബന്ധമാണ്, നിബന്ധനയാണ്. അല്ലെങ്കിൽ നോക്കൂ, അത്രയും പ്രാധാന്യം അള്ളാഹു കൊടുത്തിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കയറി നിന്നുകൊണ്ട് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വർഷത്തിന് ശേഷം ഇതേ സ്ഥാനത്ത് ഇതുപോലൊരു ദിവസം നിങ്ങളുമായി അഭിമുഖം ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വാസമില്ല. എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചെന്ത് ചെയ്യണം, കേൾക്കണം. എന്നിട്ട് പറയുന്നു, ഇന്ന ദിമാഅക്കും വ അംവാലക്കും ഹറാമുൻ അലൈക്കും കഹുറുമതി യൗമിക്കും ഹാദാ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ രക്തവും പരിപാവനമാണ്. ഒരു മനുഷ്യനും ലോകത്ത് പറഞ്ഞിട്ടില്ല, അതൊരു വാക്കാണ്. ഏതുപോലെ കഹുറുമതി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ, ഫി ഷഹരിക്കും ഹാദാ, ഈ മാസത്തിൻ്റെ പവിത്രത പോലെ, ഫി ബലദിക്കും ഹാദാ, ഈ നാടിൻ്റെ പവിത്രത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹറമ്, കഅബ, ദുൽഹജ്ജ്, അറഫ, ഇതിലൊക്കെ എത്ര പുണ്യമുണ്ടോ അതിനേക്കാൾ പുണ്യമുണ്ട് ഒരു മനുഷ്യൻ്റെ സമ്പത്തിലും അവൻ്റെ രക്തത്തിലും. അതുകൊണ്ട് രക്തം ചിന്തരുത്, സമ്പത്ത് കൊള്ളയടിക്കരുത്, അതിനുള്ളതല്ല എന്ന് ലോകത്തോട് പറയുകയാണ്. ഇനി എന്താണ്, അയ്യുഹന്നാസ് ഇസ്മാഉ ഖൗലി, ജനങ്ങളെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. സാമൂഹ്യമായ രാഷ്ട്രീയപരമായ ബന്ധം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളോട് നടത്തേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഹജ്ജത്തുൽ വദാഇൽ പറയുന്നുണ്ട്. ഇത് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ട് അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. ഇന്നും നാട്ടിൽ ലോകത്ത് ഒരുപാട് പ്രശ്നമുള്ള കാര്യമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഏകദേശം 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഫത്തഖുല്ലാഹ ഫിന്നിസാ, ലോക ജനതയോട് പറയുകയാണ്, ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ തഖ്വയുള്ളവരാകണം. ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനത്തില്ല, നിങ്ങളെ അവർ വിവാഹം കഴിച്ചത് അമാനത്തോടു കൂടെയാണ്. അതുകൊണ്ട് ഫസ്തഅലൽതും ഫുറൂജഹും ബികലിമത്തില്ല, അല്ലാഹുവിൻ്റെ കലിമത്ത് ഷഹാദത്ത് പറഞ്ഞുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് സമർപ്പിച്ചത് ആ സ്ത്രീകൾ. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കണം. ഇന്ന് ലോകത്ത് നടക്കുന്ന സൂക്ഷ്മത കുറവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മേഖല, സ്ത്രീകളുടെ മേഖല മുഴുവൻ മുതലാക്കുകയാണ്. അത് കുടുംബത്തിൻ്റെ പേരിൽ, തറവാടിൻ്റെ പേരിൽ, അതല്ലാത്തതിൻ്റെ പേരിൽ, ജോളിയുടെ പേരിലൊക്കെ മുതലാക്കുകയാണ്. നിങ്ങൾ സൂക്ഷിക്കണം. ആ ഒരു സൂക്ഷ്മതയില്ലാത്ത ലോകം ഇന്ന് അനുഭവിക്കുന്നു പല രോഗങ്ങളുടെ ലക്ഷണത്തോടുകൂടെ. എങ്കിലത് മാറ്റുന്നതിന് വേണ്ടിയുള്ള എന്താണോ അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഖുതുബയിൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. അവർ നിങ്ങൾക്ക് വേണ്ടി മുഴുവൻ ഹലാലാക്കി തന്നിരിക്കുകയാണ്. അവരെയാണോ നിങ്ങൾ പങ്കിലപ്പെടുത്തുന്നത്? അവരെയാണോ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത്? അവരോടാണോ നിങ്ങൾ നല്ലതല്ലാത്ത വർത്തമാനങ്ങൾ പറയുന്നത്? അവരെയാണോ നിങ്ങൾ നിസ്സാരമായി കണക്കാക്കുന്നത്? നിന്റെ കുടുംബത്തിൻ്റെ ജീവിതത്തെ കരപിടിപ്പിക്കുന്നതിന് വേണ്ടി വന്ന ആ സഹോദരിയോടുള്ള നിന്റെ പെരുമാറ്റം എങ്ങനെയാകണം, നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് അവസാന വാക്ക് പറയുന്നു, വഖദ് തറക്തു ഫീകും മാ ലൻ തളില്ലു ബഅദഹു ഇൻ ഇഅ്തസംതും ബിഹി കിതാബല്ലാഹ്. ഇതിൻ്റെയൊക്കെ പരിഹാരം
ലോകത്ത് നടക്കാനിരിക്കുന്ന സർവ്വ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനായി തറക്തു ഫീക്കും, നിങ്ങളിൽ ഞാനൊരു കാര്യം ഉപേക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. ലൻ തളില്ലു ബഅദഹു, എനിക്ക് ശേഷം നിങ്ങളത് മുറുകെ പിടിച്ചാൽ, ഇനി തസംതും ബിഹി കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമനുസരിച്ച് പോകും. അതിന് വിശദീകരണത്തിന് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിത ശൈലി എന്ന് പറയുന്ന സുന്നത്തും അവലംബിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പിലേക്ക് പോവുകയാണ് എങ്കിൽ ലൻ തളില്ലു, നിങ്ങൾ വഴിപിഴയ്ക്കുകയില്ല. അതുകൊണ്ട് ഖുർആനും സുന്നത്തും നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ന ആ ഒരു നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്തെ കൂടെ ഉണർത്തിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുതുബ പ്രഭാഷണം അവസാനിപ്പിച്ചത് എങ്കിൽ നാം നല്ല രീതിയിൽ നോക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അവസാന വാക്ക് പറയാതിരുന്നാൽ ഇത് പകുതിയായി പോകുമോ എന്ന ഒരു സംശയം കൊണ്ട് അത് മാത്രം ഞാൻ പറയാം. അൻതും തുസ്അലൂന അന്നി, നാളെ പരലോകത്ത് അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, അൻതും തുസ്അലൂന അന്നി, എന്നെക്കുറിച്ച് നിങ്ങളോട് അള്ളാഹു ചോദിച്ചാൽ, ഫമാ അൻതും ഖായിലൂൻ, എന്നെക്കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് എന്ത് അഭിപ്രായമാണ് പറയുക? ഖാലൂ, എല്ലാവരും ഉച്ചസ്ഥരം പറഞ്ഞു, നശ്ഹദു അന്നക ഖദ് ബല്ലഅത, നിങ്ങൾക്ക് അറിയിച്ചു തന്ന വിശുദ്ധ ഖുർആൻ മുഴുവനും ഞങ്ങളെ നീ ഏൽപ്പിച്ചിട്ടുണ്ട്. വ അദ്ദൈത വ നസഹത, അതിൻ്റെ നസീഹത്തുകൾ നടത്തിയിട്ടുണ്ട്, ഉത്ബോധനം നടത്തിയിട്ടുണ്ട്, ഇതെല്ലാം നടത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയും പടച്ചവനോടെന്ന് പറഞ്ഞപ്പോൾ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഇസ്ബഅഹി, ആ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് പറയുകയാണ്, അസ്സബാബത യർഫഉഹ, ഇത് ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവോട് പറയുകയാണ്, പടച്ചവനെ നീ ഇതിന് സാക്ഷിയാണ്, പടച്ചവനെ നീ ഇതിന് സാക്ഷിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നമ്മളെ ഏൽപ്പിച്ചുകൊണ്ടാണ് പോയത്. ഈ ദഅവത്തിൻ്റെ ഭാഗം നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. അത് അതേ രീതിയിലും ശൈലിയിലും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.